ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ വെള്ളി മെഡൽ ആവശ്യപ്പെട്ടുള്ള ഹർജിയില് കോടതി ഓഫ് ആർബിട്രേഷൻ CAS വിധിക്കായി ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ്. വനിതകളുടെ ഫ്രീസ്റ്റൈൽ 50 ഗുസ്തി മത്സരത്തില് ഫൈനലിന് മുമ്പ് അയോഗ്യനാക്കപ്പെട്ട വിനേഷിന് 50 കിലോഗ്രാം പരിധിയില് 100 ഗ്രാം ഭാരമുണ്ടായിരുന്നു. CASന് മുന്നില് വാദങ്ങള് തുടരുമ്പോള് വിനേഷ് തന്റെ മത്സരങ്ങൾക്കിടയിലുള്ള ടൈറ്റ് ഷെഡ്യൂളും അത്ലറ്റുകളുടെ ഗ്രാമവും മത്സരവേദിയും തമ്മിലുള്ള ദൂരവുമാണ് ഭാരം കുറയ്ക്കുന്നതില് പരാജയപ്പെട്ടതിന് പിന്നിലെ കാരണം എന്ന് വ്യക്തമാക്കി. ഇന്ത്യൻ എക്സ്പ്രസിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ഫോഗട്ടിന്റെ ഉപദേശകൻ ഗുസ്തി മത്സരത്തിന്റെ വേദിയായ ചാംബർഡി മാർസ് അരീനയും അത്ലറ്റ്സ് വില്ലേജും തമ്മിലുള്ള ദൂരം ഷെഡ്യൂൾ ചെയ്ത ഭാരോദ്വഹനത്തില് വെട്ടിക്കുറയ്ക്കുന്നതില് വിനേഷിന്റെ പരാജയത്തിന് കാരണമായ ഘടകമായി എടുത്തുകാണിച്ചു. മത്സരങ്ങൾക്കിടയിലെ ടൈറ്റ് ഷെഡ്യൂള് അവളുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടത്ര സമയം അനുവദിച്ചില്ലെന്നും മത്സരത്തിന്റെ ആദ്യ ദിനത്തിന് ശേഷം 52.7 കിലോഗ്രാം വരെ വർദ്ധിപ്പിച്ചതായും ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. രണ്ടാം ദിവസം രാവിലെ ലഭിച്ച 100 ഗ്രാം അധികം വിനേഷിന് മത്സരപരമായ നേട്ടമൊന്നും ലഭിച്ചില്ലെന്ന് അഭിഭാഷകൻ വാദിച്ചു. 100 ഗ്രാം അധികമായത് വളരെ നിസ്സാരമാണ്. അത്ലറ്റിന്റെ ഭാരത്തിന്റെ 0.1 മുതൽ 0.2% വരെ പ്രതിനിധീകരിക്കുന്നു. വേനൽക്കാലത്ത് മനുഷ്യ ശരീരം വീർക്കുന്നതിനാല് ഇത് എളുപ്പത്തില് സംഭവിക്കാം. കാരണം ചൂട് മനുഷ്യ ശരീരത്തെ ശാസ്ത്രീയമായി അതിജീവനത്തിനായി കൂടുതൽ വെള്ളം നിലനിർത്തുന്നു. അത്ലറ്റ് ഒരേ ദിവസം 3 തവണ മത്സരിച്ചതിനാല് പേശികളുടെ പിണ്ഡം വർദ്ധിക്കുന്നതും ഇതിന് കാരണമാകാം. മത്സരങ്ങൾക്ക് ശേഷം അത്ലറ്റിന്റെ ആരോഗ്യവും സമഗ്രതയും നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നതും ഇതിന് കാരണമാകാം, ഫോഗട്ടിന്റെ കൗൺസിലർ പ്രസ്താവിച്ചു. ആനുപാതികത എന്ന തത്വം പ്രയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള വാദവും ഉയർന്നു. അത്ലറ്റിന്റെ വഞ്ചനയോ കൃത്രിമത്വമോ ചെയ്യാനുള്ള ശ്രമങ്ങള് ഒഴിവാക്കുന്ന അധിക അളവും വിനേഷിന് വെള്ളി മെഡല് നഷ്ടമാകുന്നതിന് പുറമെ ഫൈനലില് പങ്കെടുക്കാത്തതിന്റെ ഫലമായുണ്ടാകുന്ന മാറ്റാനാവാത്ത പ്രത്യാഘാതങ്ങളും തമ്മില് വ്യക്തമായ അസന്തുലിതാവസ്ഥ ഉണ്ടാകും. കഠിനാധ്വാനം കൊണ്ടാണ് നേടിയത്, റിപ്പോർട്ടില് പറയുന്നു. അത്ലറ്റിന്റെ ആരോഗ്യം മറ്റ് പരിഗണനകളെക്കാള് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും വിനേഷിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു.